अर्पणमस्तु। प्रभुपाद की जय। രാധാ പവനപുരേഷ്യൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വിഷ്ണു സഹസ്രനാമം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചതിന്. ഒത്തിരി നല്ല കമൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ലില്ലി മാതാജി, ഓ രാജേഷ് രാംദാസ് പ്രഭുവിൻ്റെ ലൈവ് ഒന്ന് കയറുന്നതോ? ഓക്കെ. നല്ല നല്ല പാട്ടുകളാണ് എല്ലാം. ഭഗവാന്റെ എല്ലാ പാട്ടും വളരെ മനോഹരമാണ്. അപ്പോൾ ഒരു വട്ടം കൂടെ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റോറി. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. ഓക്കെ. അപ്പോൾ വേദക്കുട്ടി ഇങ്ങനെയല്ലേ കാണിക്കുക? ഇങ്ങനെ തന്നെയാണോ? അവൾ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഓക്കെ. ഭഗവത്ഗീത സ്റ്റുഡൻ്റാണ് വേദ. അതുകൊണ്ടാണ് കുട്ടികളോട് കുട്ടികളെ പോലെ ഇടപെട്ടാലല്ലേ ശരിയാവും. ജോബിൻ പെരേര, ഉറങ്ങാനാണ് വരുന്നതെന്നറിയാം. വീട്ടിൽ പോയിട്ട് ഉറങ്ങൂ. ഇവിടെ വന്ന് ഗുഡ് നൈറ്റ് പറയണ്ട. ഞങ്ങളാരും ഉറങ്ങാൻ സമയമായിട്ടില്ല. ഓക്കെ. തീർച്ചയായിട്ടും അമ്മ. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ഓരോരുത്തരെയായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് മാത്രം അയച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് കാണുന്നത്, ഫേസ്ബുക്കിലൂടെയാണോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയാണോ, ഇത് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ഒന്നുകിൽ ഓഡിയോ ആയിട്ടിട്ട് തരാം, ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടിട്ട് തരാം. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ആഡ് ചെയ്തിട്ട് പോകും. ഓക്കെ. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന നമ്മുടെ മഞ്ജരീസ് കുടുംബ കൂട്ടായ്മയ്ക്ക് ഉമ്മ വേദ. അപ്പോൾ കുടുംബ കൂട്ടായ്മയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് മെയിൽസിന് വേറെ, ഫീമെയിൽസിന് വേറെ, അതായത് സ്ത്രീകൾക്ക് വേറെ ഗ്രൂപ്പ്, പുരുഷന്മാർക്ക് വേറെ ഗ്രൂപ്പ്. പുരുഷന്മാർക്ക് കോമൺ ആയിട്ട് തന്നെയാണ്, അതായത് ഫേസ്ബുക്കും യൂട്യൂബും അവർക്ക് കോമൺ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്ത്രീകൾക്ക്, ഇപ്പം അമ്മമാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഫേസ്ബുക്ക് ഒന്നും ചിലവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് യൂട്യൂബിലൂടെ കാണാനാണ് സൗകര്യമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേറെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ഗ്രൂപ്പിലും വരുന്നത് ഒരേ കാര്യങ്ങളായിരിക്കും. ഫേസ്ബുക്കിലൂടെ കാണുന്നവർക്ക് സെപ്പറേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അപ്പം ലൈവിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ക്ലാസ് തുടങ്ങുമ്പോൾ ലിങ്ക് പോസ്റ്റ് ചെയ്യും ഗ്രൂപ്പിൽ. അപ്പോൾ അവർക്ക് ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പം ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് അവർക്ക് ക്ലാസ് കാണാൻ കയറാൻ പറ്റും. പക്ഷേ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ് നമ്മുടെ സോഷ്യൽ മീഡിയ പാർട്ട്ണർ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും അത് യൂട്യൂബിലേക്ക് വരുന്നത്. എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും ചില ടെക്നിക്കൽ ഇഷ്യൂസിലൂടെ നമ്മൾ ചിലപ്പം എന്താ പറയുക ലേറ്റ് ആവാറുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട, എന്നാൽ അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. ജയശ്രീ മാതാജി, എനിക്ക് മഞ്ജരീസിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരൂ കേട്ടോ. ഇതിലല്ല, ലൈവിലല്ല. ലൈവിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് നിങ്ങളുടെ നമ്പർ കിട്ടില്ലല്ലോ, വാട്സപ്പ് നമ്പർ. എനിക്ക് മഞ്ജരീസിൻ്റെ നമ്പർ ഞാൻ പറയുന്നില്ലേ, അതിൻ്റെ വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടൂ കേട്ടോ. ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ. 93, വേഗം പെണ്ണെടുക്ക്. ഇതായിരിക്കും അടുത്ത പറച്ചില്. 93 42 49 49 41. ഇത് മഞ്ജരീസിന്റെ വാട്സപ്പ് നമ്പറാണ്. ഇതിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു തരൂ കേട്ടോ. ഇനി എന്തെങ്കിലും എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, തങ്കമണി ചേച്ചി, ബോംബെ ചേച്ചി, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അറിയില്ല എന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ എടുത്തില്ലെങ്കിലും നമ്മുടെ മഞ്ജരീസിൻ്റെ കോർഡിനേറ്റർ ഫോൺ എടുത്തോളൂ, ഒന്നും പ്രശ്നമില്ല. അവർ നോട്ട് ചെയ്തിട്ട് അവർ ആഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഭഗവാന് പ്രചരണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെടുത്ത് നമ്മൾ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കുക, കുടുംബങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുക, അവരൊക്കെ കാണട്ടെ അല്ലേ.
അങ്ങനെ നമ്മുടെ ക്ലാസ് എല്ലാവരിലേക്ക് എത്തട്ടെ. യൂട്യൂബിൽ കാണുന്നവരോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, നാളെ ഇതുവരെ എനിക്ക് വന്ന മിക്ക കോൾസും മാതാജി ഞങ്ങൾ യൂട്യൂബിലൂടെയാണ് കണ്ടത്, ഒരുപാട് സന്തോഷം, പക്ഷെ അടുത്ത ക്ലാസ് കിട്ടുന്നില്ലല്ലോ എന്നാണ് പറയാറ്. ക്ഷമിക്കണം, എനിക്കിവിടെ ജോലിയുണ്ട്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ് ചെന്നൈയിൽ. അന്നേരം എൻ്റെ സ്വദേശം കോഴിക്കോടാണ്, ഞാൻ ചെന്നൈ സെറ്റിൽഡ് ആണ്. ഇത് പറയുന്നത് ഇപ്പം മഞ്ചേരീസിലുള്ള മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും അറിയാം, പക്ഷേ പുതിയതായിട്ട് വന്നുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ടാണേ. അപ്പം എനിക്കിവിടെ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ലേറ്റ് ആവും വീട്ടിലെത്താൻ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ അന്നദാനം ഉണ്ടെങ്കിലൊക്കെ അറിയാലോ, മഞ്ചേരീസിലൂടെ ആരുടെ ബർത്ത്ഡേ ആവട്ടെ, ഇനി ആരുടെയെങ്കിലും ഓർമ്മ ദിവസമാവട്ടെ, വീട് വെച്ചതിൻ്റെ എന്തെങ്കിലും വാർഷികമാവട്ടെ, കല്യാണ വാർഷികമാവട്ടെ, ഇനി കല്യാണമാവട്ടെ, ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ എങ്കിലും, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയതാവട്ടെ, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും മഞ്ചേരീസ് കുടുംബ കൂട്ടായ്മ അന്നദാനം നൽകാറുണ്ട് തെരുവിൽ കിടക്കുന്ന പട്ടിണി പാവങ്ങൾക്ക്. അപ്പം ഇന്ന് അന്നദാനം കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരം ഒരു വിഷമമായി. സത്യത്തിൽ എനിക്ക് ആ ഒരു സങ്കടം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. ഞാനിങ്ങനെ ക്ലാസ് എടുക്കണോ വേണ്ടേ ഒരു തിങ്കിങ്ങിലായിരുന്നു വീട്ടിൽ വന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് എടുക്കാതിരിക്കുക എന്നിങ്ങനെ ആലോചിച്ചത്. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കോളായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് അന്നദാനം കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അത് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ആ ഒരു ഫീലിങ്സ് ഞാനിപ്പം നിങ്ങളോടും കൂടെ അത് ഷെയർ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം ഇപ്പോൾ ഓരോരുത്തർ തരുന്നതിനനുസരിച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് 21 ഭക്ഷണമാണ് നമ്മൾ കൊടുത്തപ്പോഴേക്കും ഒരു തെരുവിൽ കിടക്കുന്ന ഒരു അച്ഛൻ ഓടി വന്നിട്ട് നമ്മുടെ ലൈവിലുണ്ടത്, ഓടി വന്നിട്ട് ഭക്ഷണം തായോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന 21 ഭക്ഷണവും കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛാ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ തലയ്ക്കടിച്ചു 2 കൈ കൊണ്ടും. അപ്പം ഞാൻ ഒരു 50 രൂപ എടുത്തിട്ട് 2 പേർക്കായിട്ട് അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചായ എന്തെങ്കിലും വാങ്ങിച്ച് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ഉടനെ അദ്ദേഹം പറയണം, പൈസ നോക്കിയിട്ട് പറയാം, സാപ്പാടില്ലയാ എന്ന്, അതായത് ഭക്ഷണം ഇല്ലേ എന്ന് ചോദിച്ചു. അതായത് കൊടുത്ത പണമല്ല അവർക്ക് ആവശ്യം, ഫുഡാണ് ആവശ്യം. അയ്യോ, ഞാൻ വല്ലാതെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു, വാ മോനെ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു. എന്താ പറയുക, അവർക്ക് പൈസ ആയിരുന്നില്ല ആ സമയത്ത് ആവശ്യം, ഭക്ഷണമായിരുന്നു. കാരണം അത്രയും ദിവസം അവർ ചിലപ്പോൾ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം റോഡിൽ പട്ടിണി കിടന്നിട്ട് അവർക്ക് നടന്ന് വന്ന് ഭക്ഷണം വാങ്ങാനുള്ളൊരു ശാരീരിക ബലമില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ഇനി ഈ കാശും കൊണ്ട് അവർ അടുത്ത കടയിൽ പോയിട്ട് വാങ്ങണ്ടേ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, നമ്മൾ കൊടുത്ത പണമായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ അത് കടയിൽ നിന്ന് പോയി വാങ്ങിക്കൊടുക്കാനുള്ളൊരു സാഹചര്യവും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നല്ല വിഷമം തോന്നി എനിക്ക്. നമ്മൾക്ക് 100 എണ്ണം കൊണ്ടായാലും 108 എണ്ണം കൊണ്ടായാലും തെരുവിൽ മതിയാവില്ല, അത് വേറൊരു കാര്യം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ എത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്. അത് ഞാൻ ലൈവിലും ഇടാറുണ്ട്, ഗ്രൂപ്പിലും ഇടാറുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കണേ. ഇന്ന് നമ്മൾ കൊടുത്തത് വെജിറ്റബിൾ ബിരിയാണി, പിന്നെ തൈര് കൊണ്ടുള്ള സലാഡ്, സോയാ ഫ്രൈ, പരിപ്പ് വട, പിന്നെ അച്ചാറ്, പിന്നെ വെജിറ്റബിൾ കറി, ഇത്രയും ഐറ്റംസ്, 1 ബോട്ടിൽ വെള്ളം, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി അവർക്ക് കിട്ടുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. വ്യത്യസ്തമായിട്ടുള്ള രുചി അവർക്ക് ഒരു ആനന്ദം തന്നെ നൽകും. തെരുവിൽ കിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ വയറ്റിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തുമ്പം
അവരെല്ലാം മറന്നുറങ്ങിപ്പോവും. അത്രയും ആശ്വാസം അവരിലുണ്ടാവും. നമ്മൾ അന്നദാനം കൊടുക്കുമ്പം, അന്നദാനം മഹാദാനം എന്നാണ്. ആ അന്നദാനം നമ്മൾ കൊടുക്കുമ്പോൾ അവരത് വാങ്ങിക്കഴിഞ്ഞാലുള്ള അവരുടെ സന്തോഷം, നിങ്ങൾ നമ്മുടെ മഞ്ജരീസിൻ്റെ ഓരോ പേജും എടുത്ത് നോക്കൂ, ഓരോ ലൈവും എടുത്ത് നോക്കൂ. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ അധികം ഇട്ടിട്ടില്ല, ഇനി അങ്ങോട്ടേക്ക് ഇട്ടേക്കാം. അത് കാണുമ്പോൾ അറിയാം, ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കളയരുത് വീട്ടിൽ. അത് കിട്ടാത്ത എത്രയോ കോടി ജനങ്ങൾ തെരുവിൽ അലയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്ന് ഓട്ടോയിൻ്റെ, നമ്മൾ ഭക്ഷണം കൊണ്ടുപോകുന്ന ഓട്ടോൻ്റെ 2 സൈഡും ആളുകൾ ഇടിച്ച് കയറുന്നത്, കുട്ടികൾ വന്നിട്ട് ഒരെണ്ണം കൂടി തരുമോ എന്ന് യാചിക്കുന്നത്, അത് കാണണമെങ്കിൽ, ആ ഒരു അവസ്ഥ അനുഭവിച്ചറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കൊണ്ട് തെരുവിലേക്ക് എത്തണം. അത് യഥാർത്ഥത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് എത്തണം. അപ്പം അറിയാം. അവർ വീണ്ടും വീണ്ടും നമ്മളുടെ വണ്ടി വരുമ്പോൾ തന്നെ അവർ ഓടി വരും. കാരണം അവർക്കറിയാം അത്രയും രുചികരമായ ഒരു സ്നേഹപ്പൊതി നമ്മൾ അതിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ എപ്പോഴും ഒന്നും തന്നെ കൊടുക്കാറില്ല. നമ്മൾ ഇഡ്ഡലി കൊടുക്കാറുണ്ട്, ദോശ കൊടുക്കാറുണ്ട്, മീൽസ് കൊടുക്കാറുണ്ട്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി കൊടുക്കാറുണ്ട്, വെറൈറ്റി റൈസ് കൊടുക്കാറുണ്ട്. ഇനി മുതൽ നമ്മളൊരു സെപ്പറേറ്റ് ഐറ്റം കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭഗവാൻ എപ്പോഴും വെണ്ണ നിവേദിക്കില്ല. അപ്പോൾ ആ വെണ്ണ ഒരുപാട് ഇങ്ങനെ സ്റ്റോർ ആവുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെഡും ആ ബട്ടറും അതിൻ്റെ കൂടെ സമൂസ സോസ് ഇതെല്ലാം വെച്ചിട്ട് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചായ ഒക്കെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കും. സത്യം രമണൻ പ്രഭു, എനിക്കിന്ന് ഭയങ്കര അപ്സെറ്റാണ്. ഇന്ന് എനിക്ക് ക്ലാസ് എടുത്താൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അത്രയും സങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അത്രയും വിഷമമുണ്ട്. ഒരു മിനിറ്റ്. അപ്പം അതുകൊണ്ട് ഭക്ഷണം കളയാതിരിക്കുക. ഇത് എൻ്റെ വലിയൊരു അപേക്ഷയാണ്. ഭക്ഷണം കളയരുത്. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഭക്ഷണം ഒരിക്കലും കളയരുത്. അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ തെരുവിലെ ഓരോരുത്തരുടെ കണ്ണുകളിലേക്ക് നോക്കണം. അപ്പം മനസ്സിലാവും. ഓക്കെ. എനിവേ, അന്നദാനം നൽകുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷ്ണു സഹസ്രനാമത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മഞ്ജരീസിന്. ഈ പ്രാവശ്യം ഞാൻ മാത്രമായിരിക്കില്ല ക്ലാസ് എടുക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമുക്ക് 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതിൽ 10 പേര് ചേർന്നിട്ട് ഓരോരോ ക്ലാസ്സസ് കുട്ടികൾക്ക് കൊടുക്കും. അവർ വ്യത്യസ്തമായ സൂം ക്ലാസ് ആയിരിക്കും കൊടുക്കുന്നത്. തികച്ചും ഫ്രീ ആണ്. ആ 10 അമ്മമാർക്കും എന്തെല്ലാം, അതിൽ ഒരു ചേട്ടനും കൂടി ഉണ്ട് നിങ്ങൾക്ക്. അപ്പം എന്തെല്ലാം അറിവ് അവരിലുണ്ടോ ആ അറിവെല്ലാം അവർ നിങ്ങൾക്ക് പകർന്നു തരും. ഒരു ഭഗവത്ഗീതയോ ഭാഗവതോ നാരായണിയോ മഹാഭാരതത്തിലോ എന്താ പറയുക, അത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. അവരുടെ വ്യക്തിത്വ വികസനം, അവരുടെ സ്വഭാവ രീതികൾ, ഇതെല്ലാം പഠിച്ചാൽ അവർ പെർഫെക്റ്റ് ആവും. പക്ഷെ കുട്ടികൾ ഉറങ്ങും. അപ്പോൾ കുറേ കഥകൾ, കുറേ കളി ചിരി, കുറച്ച് കുക്കിംഗ് റെസിപ്പീസ്, അങ്ങനെ അവരുടെ വ്യക്തിത്വം, എന്താ പറയുക, സ്വഭാവ രൂപീകരണം, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സബ്ജക്റ്റോടു കൂടി മഞ്ജരീസ് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴല്ല, എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു LKG മുതലുള്ള കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അതിൽ ഞാൻ മാത്രം ക്ലാസ് എടുക്കാൻ നിന്നാൽ എൻ്റെ സമയപരിമിതി വളരെ പ്രശ്നമാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മാതാജിമാരും കൂടെ ചേർന്നിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ടൈം ഷെഡ്യൂൾ തരും. പിന്നെ തികച്ചും ഫ്രീ ആണ് നമ്മുടെ ക്ലാസ്സുകളൊന്നും. നിങ്ങൾക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു സെഷൻ. ഓക്കെ. അതിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഏകദേശം 1-2 മണിക്കൂറായിരിക്കും ക്ലാസ് ദിവസേന. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി വേദ നമ്മുടെ മഞ്ജരീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഇനി എന്നാണ് മാതാജി ഞാൻ വേദയാണോന്ന് പറയണേന്ന്. ഇവരൊക്കെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കില്ലാടികളാണ്. ഇവർക്കൊന്നും ക്ലാസ്സില്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടികളാണ്. അങ്ങനത്തെ സെഷൻസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക്. ഓക്കെ. ഉടനെ അറിയിക്കാം കണ്ണാ, നമ്മുടെ മഞ്ജരീസിൻ്റെ ഗുരുകുലം സ്കൂളിൽ അറിയിക്കാം കേട്ടോ. ഇനി നമ്മുടെ മഞ്ജരീസിൻ്റെ വിഷ്ണു സഹസ്രനാമം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലുള്ളത് വലിയൊരു അറിവാണ്.
ആ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റാനും പറ്റാത്ത ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു അറിവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിക്ക് അറിവിനേക്കാൾ പ്രാധാന്യമുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ആരും അത്ര വലിയ അറിവുള്ള ആൾക്കാരല്ല. ആരും, ഞാനോ നിങ്ങളോ ഒന്നും. നമ്മൾക്ക് പലതും കേട്ടാൽ ഓർമ്മയുണ്ടാവും, പിന്നെ മറന്നു പോവും, അല്ലെങ്കിൽ അങ്ങനെ 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 പല കാര്യങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ ഭക്തി എന്ന് പറയുന്ന ആ ഒരു സത്യത്തിന് അറിവിനേക്കാൾ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ചില വ്യക്തികള് ചില ശ്ലോകങ്ങൾ പറയുമ്പോൾ, ചില വാക്കുകൾ പറയുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം, സ്വാഭാവികം. ആരും ഈ ലോകത്ത് പൂർണ്ണരല്ല. ആരാ പൂർണ്ണമായിട്ടുള്ളത്? സാക്ഷാൽ ഭഗവാൻ അല്ലെ? ഭഗവാനെ കുറിച്ചുള്ള പരിപൂർണമായ അറിവ് ആർക്കുണ്ട്? ആർക്കും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഏത് ബ്രഹ്മാണ്ടം എടുത്താലും ഒരു ബ്രഹ്മാണ്ടത്തിലുള്ള ഒരാൾക്കും ഭഗവാനെ കുറിച്ച് പരിപൂർണമായിട്ടുള്ള അറിവില്ല. അപ്പോൾ ഒറ്റ കാര്യം ഓർക്കുക, ഭക്തിക്ക് അറിവിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന്. ആ ഒരു നിഷ്കളങ്കമായിരിക്കുന്ന പ്രേമ ഭക്തിയാണ് ഈശ്വരന് പ്രിയപ്പെട്ടത് അല്ലെ? ഭക്തിക്ക് അറിവിനേക്കാൾ പ്രാധാന്യമുണ്ട്. ആ ഒരു നിഷ്കളങ്കമായിരിക്കുന്ന പ്രേമ ഭക്തി. പ്രേമം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കാമുകനും കാമുകിയും തമ്മിലുള്ള പ്രേമല്ല കേട്ടോ, ഭഗവാനോടുള്ള ആ ഒരു പ്രേമഭക്തി. ആ ഒരു പ്രേമഭക്തിയാണ് ഭഗവാൻ ഇഷ്ടം. നമ്മൾ ഹൃദയം കൊണ്ട് ഭഗവാനെ വിളിച്ചാൽ അത് ഏത് വാക്കിൽ വിളിച്ചാലും അദ്ദേഹം കേൾക്കും. അതാണല്ലോ നമ്മൾ മരപ്രഭുവും അമരപ്രഭുവും തമ്മിലുള്ള കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അത്രയും എന്താ പറയാ പ്രേമഭക്തി വിളിച്ചോതുന്ന ഒരു ശ്ലോകത്തിലൂടെയാണ്. ആ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രമേയോ, എല്ലാവരും വിഷ്ണു സഹസ്രനാമം എടുത്ത് വെക്കൂ കേട്ടോ. അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു. അവിടെ അമരപ്രഭു എന്നുള്ളതിന് പൂന്താനം തിരുമേനി മരപ്രഭു എന്ന് ഉച്ചാരണം ചെയ്തു. മനസ്സിലായോ? ഈ കഥ പലർക്കും കൺഫ്യൂഷനുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബുക്കിൽ നോക്കുന്ന സമയത്ത് പത്മനാഭോ എന്ന് കഴിഞ്ഞിട്ട് മരപ്രഭു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ചിഹ്നമുണ്ട്. അതിലാണ് ഈ എ എന്നുള്ളത് ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരം എഫ് പോലെ ഇട്ടിട്ടുണ്ട്. അത് ആ എന്ന് ചേർത്ത് വായിക്കണം. മനസ്സിലായോ? അതാണ് അമരപ്രഭു. പക്ഷെ പാവം അദ്ദേഹത്തിന് സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല. പൂന്താനം തിരുമേനിക്ക് ഓത്തില്ലാത്ത ഇല്ലത്തായിരുന്നു അദ്ദേഹം ജനിച്ചതും വളർന്നതും. മനസ്സിലായോ? അപ്പൊ ഓത്തില്ലാത്ത ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ? വേദപാണ്ഡിത്യം കുറവായിരിക്കുന്ന സ്ഥലം, വേദങ്ങൾ പഠിപ്പിക്കാത്ത സ്ഥലം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് പാവം ജനിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം നിറച്ചും ആരായിരുന്നു? സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു. അതുകൊണ്ടാണല്ലോ മങ്ങാട്ടച്ഛന്റെ രൂപത്തിലൊക്കെ അദ്ദേഹത്തിന് ദർശനം കൊടുത്തത്. അപ്പൊ ഭഗവാനെ നമ്മൾ വിളിക്കേണ്ടത് അറിവ് കൊണ്ടല്ല, പിന്നെയോ ഹൃദയം കൊണ്ട് വിളിക്കണം. ഹൃദയം കൊണ്ട് നമ്മൾ കൃഷ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ണിക്കണ്ണൻ നമ്മളുടെ മുമ്പിൽ അങ്ങ് എത്തും. അത് ഏത് രൂപത്തിലെത്തും, ഏത് ഭാവത്തിലെത്തും, ഏത് സമയത്തെത്തും, എങ്ങനെ എത്തും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അറിവല്ല പ്രാധാന്യം, പിന്നെയോ ഭക്തിയാണ് പ്രാധാന്യം. ആ ഭക്തി എവിടെ നിന്നുണ്ടാവും? ഹൃദയത്തിൽ നിന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഹൃദയത്തിൽ നിന്ന് പൂന്താനം തിരുമേനി വിളിച്ചിരിക്കുന്നു എന്തെന്ന്? മരപ്രഭു എന്ന്. ആ സമയത്ത് അമരപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേവന്മാരുടെ പ്രഭു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അമരപ്രഭു എന്നാൽ ദേവന്മാരുടെ പ്രഭു എന്നാണ് അർത്ഥം. അന്നേരം ഈ നമ്മുടെ പൂന്താനം തിരുമേനി ഇങ്ങനെ ജപിച്ച സമയം, വിഷ്ണു സഹസ്രനാമം അദ്ദേഹം ജപിക്കാറുണ്ടായിരുന്നു, സ്ഥിരമായി ജപിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് പത്മനാഭോ മരപ്രഭു എന്നങ്ങോട്ട് ജപിച്ചു. ആ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും നമ്മുടെ സംസ്കൃത പണ്ഡിതനായിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി എന്ത് ചെയ്തു? പൂന്താനം തിരുമേനി അങ്ങോട്ട് പരിഹസിച്ചു. പരിഹസിക്കുക മാത്രമല്ല, തിരുത്തി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പരിഹസിക്കുക മാത്രമല്ല, ചില ആളുകളുണ്ട്, ചില വ്യക്തികളുടെ അറിവില്ലായ്മയെ വല്ലാതെ അങ്ങ് ചോദ്യം ചെയ്യും. അത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യരുത്. കാരണം എന്താ? അവർ ഹൃദയം കൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത്. അവർ വിളിച്ചോട്ടെ, അതിൽ തെറ്റുകൾ സംഭവിക്കാം, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളതിലുപരി ഈശ്വരൻ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ്. കാരണം വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത എന്താണെന്നറിയോ? ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെ നമ്മൾക്ക് പരിപൂർണമായിരിക്കുന്ന ജ്ഞാനം നമ്മൾക്കില്ല. ഒരു ശാസ്ത്രങ്ങളെ കുറിച്ചോ ഒരു വേദങ്ങളെ കുറിച്ചോ ഒന്നും നമുക്ക് പാണ്ഡിത്യമില്ല, അറിവില്ല. അപ്പോൾ അറിവ് കുറഞ്ഞ, സംസ്കൃത പാണ്ഡിത്യം കുറഞ്ഞ ഒരു ഇല്ലത്ത് ആര് ജനിച്ചു? പൂന്താനം തിരുമേനി ജനിച്ചു. ആ പൂന്താനം തിരുമേനി ആ ഇല്ലത്ത് ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് വേദങ്ങളെ കുറിച്ചും സംസ്കൃത അറിവുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു.
ആ ഗുരുവായൂരപ്പനെ കാണാൻ അദ്ദേഹം എത്രയോ കിലോമീറ്ററുകൾ ഇങ്ങനെ നടന്നു പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം എന്ത് ചെയ്തു? അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി. മരപ്രഭു അല്ല, അമരപ്രഭു ആണ്. അപ്പോ ഈ അമരപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദേവന്മാരുടെ പ്രഭു. അപ്പോ ഇത് കേട്ട മേൽപ്പത്തൂർ തിരുമേനി എന്ത് ചെയ്തു? കളിയാക്കി പൂന്താനം തിരുമേനിയെ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അന്നേ ദിവസം തന്നെ മേൽപ്പത്തൂറിന് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ സ്വപ്ന ദർശനം കൊടുത്തു. എന്താണ്? ഞാൻ അമരപ്രഭുവുമാണ്, മരപ്രഭുവുമാണ്, ഞാൻ വൃക്ഷങ്ങളുടെ പ്രഭുവും കൂടിയാണ് എന്ന് ഭഗവാൻ അങ്ങ് കാണിച്ചു കൊടുത്തു. ഒരു വൃക്ഷമായിട്ട് തന്നെ ഭഗവാൻ അവതരിച്ചു. അത് തന്നെയാണ് നമ്മളുടെ തെക്കേ നടയിൽ ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തെക്കേ നടയിൽ മരപ്രഭുവിന്റെ ആ ഒരു രൂപം വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിനേക്കാൾ ഭഗവാൻ ഇഷ്ടം ഭക്തിയാണ്. നിഷ്കാമമായിരിക്കുന്ന നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തിയോടെ ആര് ഗുരുവായൂരപ്പനെ വിളിക്കുന്നോ അവർക്ക് മുന്നിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനായിരിക്കും. ഏത് സമയത്ത് വരും, എങ്ങനെ വരും, എവിടെ വെച്ച് വരും, ഏത് രീതിയിൽ വരും എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഉള്ളടക്കമാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ആ ഒരു വരിയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു കഥ. ഭക്തിയുടെ വലിയൊരു, ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്ത പ്രേമ ഭക്തിയുടെ വലിയൊരു കഥയാണ് നമ്മൾ ആ വരിയിലൂടെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നു അപ്രമേയോ. അപ്രമേയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷ പ്രമാണം അല്ലെങ്കിൽ അനുമാനം. ഇനി അതും അല്ലെങ്കിൽ അഭാവരൂപമായിരിക്കുന്ന പ്രമാണം, അതായത് എന്നിവയിലൊന്നും തന്നെ അറിയപ്പെടാത്തവൻ. ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു മാനദണ്ഡവും വേണ്ട അറിയപ്പെടാൻ. മനസ്സിലായില്ലേ? ഭഗവാനായിട്ട് തന്നെ വളരെയധികം അറിയപ്പെടുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഭഗവാൻ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാന് യാതൊരു വിധത്തിലുള്ള പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അറിയപ്പെടണ്ട. ഇപ്പൊ നമ്മൾ എങ്ങനെ അറിയപ്പെടാം? നമ്മൾ അച്ഛന്റെ പേരിൽ, തറവാട്ടിന്റെ പേരിൽ, ജോലി സ്ഥലത്തിന്റെ പേരിൽ അല്ലെ. പക്ഷെ ഭഗവാൻ ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും വേണ്ട എന്നാ പറയുന്നത്. പിന്നെയോ അപ്രമേയോ ഋഷികേശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷികളുടെ, അതായത് ഇന്ദ്രിയങ്ങളുടെ അധീശ്വരൻ എന്നാ പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ അധീശ്വരൻ, സൂര്യചന്ദ്രരൂപങ്ങളിൽ രശ്മികളാകുന്ന കേശങ്ങളോട് കൂടിയവൻ. സൂര്യന്റെയും ചന്ദ്രന്റെയും ആ ഒരു രശ്മികളാണ് ഭഗവാന്റെ കേശം. അപ്പൊ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ, ചന്ദ്രന്റെ നിലാവ് കാണുമ്പോ അത്രയും മനോഹാരിത വേറെ ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ ഭഗവാന്റെ മുടിയാണ്. അപ്പൊ ഭഗവാന്റെ രൂപം, വിശ്വരൂപത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് ഭഗവാൻ. ഇന്ദ്രിയങ്ങളെ പോലും നിയന്ത്രിക്കാൻ ആർക്ക് കഴിവുണ്ട്? ഭഗവാന് കഴിവുണ്ട്. നമ്മുടെ നാവിന്റെ രുചിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര നല്ല ഭക്ഷണം വേണ്ടാന്ന് വെച്ചിരുന്നാലും നല്ലൊരു ഭക്ഷണത്തിന്റെ മണം കേട്ടാൽ ഒന്ന് കഴിക്കാൻ ഒരു കൊതി വരും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നാവിന്റെ രുചിയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ അതെന്താ എന്നറിയാൻ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും. അപ്പൊ ചെവി എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയമാണ്, അത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം ഈശ്വരനാണ് നിയന്ത്രിക്കുന്നത്. ആ ഈശ്വരനാണ് ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെയാണ് ഇവിടെ ഋഷികേശ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അടുത്ത വരി എന്താണ്? പത്മനാഭോ. പത്മനാഭോ എന്ന് പറഞ്ഞാൽ നാഭിയിൽ പത്മമുള്ളവൻ. പത്മം നാഭോ. നാഭോ എന്ന് പറഞ്ഞാൽ നാഭി. ഭഗവാന്റെ നാഭിയിലാണ് എന്തുള്ളത്? പത്മമുള്ളത്. പത്മം എന്ന് പറഞ്ഞാൽ താമര. നമ്മൾ കണ്ടിട്ടില്ലേ? കാരണോദകശായിയായ വിഷ്ണു കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു. എന്തോ കാരണത്തിന് വേണ്ടി വന്ന ഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം, എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണ്. ആ ഭഗവാനിൽ നിന്ന് അടുത്ത വിഷ്ണു ആരാണ്? നമ്മുടെ ഗർഭോദകശായിയായ വിഷ്ണു. അതായത് ഭഗവാന്റെ ഗർഭത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. ആ ഭഗവാന്റെ ഗർഭത്തിൽ നിന്നൊരു ഒരു താമര ഇങ്ങനെ വരികയാണ്. ആ താമരയിൽ ആരിയ്ക്കുന്നു? ബ്രഹ്മദേവൻ ഇരിക്കുന്നു. ബ്രഹ്മദേവന്റെ ജോലി എന്താണ്? സൃഷ്ടി നടത്തുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ നാഭിയിൽ പത്മമുള്ളവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പത്മനാഭോ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പത്മനാഭന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി അടുത്ത വരി അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു. അമരപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ പ്രഭുവായിരിക്കുന്നവൻ. ദേവന്മാരാരാണ്? നമ്മൾ ആരാധിക്കുന്ന സമസ്ത ദേവന്മാരും, എല്ലാ ദേവന്മാരും, മഹാദേവനാവട്ടെ, സുബ്രഹ്മണ്യനാവട്ടെ, ഗണപതി ആവട്ടെ, ആരാവട്ടെ, ഈ എല്ലാ ദേവന്മാരുടെയും പ്രഭുവാണ് ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് അമരപ്രഭു എന്ന് ഭഗവാനെ വിളിക്കുന്നത്. ഇനി അടുത്ത വരി വിശ്വകർമ്മ മനുസ്ത്വഷ്ട സ്തവിഷ്ട
സ്ഥവിരോ ധ്രുവ എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ആരുടെ പ്രവൃത്തിയാണോ അവൻ, ആ വ്യക്തി. ഭഗവാനെ വ്യക്തി രൂപത്തിൽ കാണാൻ പാടില്ല, പക്ഷെ പറയാണ്, എളുപ്പം മനസ്സിലാവാൻ വേണ്ടി പറയാണ്. എല്ലാ കർമ്മങ്ങളും ആരാ ചെയ്യുന്നത്? ഭഗവാനാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ എന്ന ഭാവം എൻ്റെ, ഞാനൊരു വീടുണ്ടാക്കി, ഇത് എൻ്റെ സ്ഥലം, ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ഒരു കാലത്ത് ഇവിടുന്ന് പോകണം. ആര് ഭീമ് ഒരു 100 വർഷം മുമ്പേ ജീവിച്ച, അല്ലെ 150 വർഷം പഴക്കമുള്ള ഒരു വ്യക്തി ഈ ലോകത്തില്ല. 200 വർഷം മുമ്പേ ജീവിക്കുന്ന ഒരു വ്യക്തിയില്ല. നമ്മൾ ഇന്ന് നിൽക്കുന്ന വീടാവട്ടെ, ജോലി സ്ഥലമാവട്ടെ, ഇതൊക്കെ ഇന്നലെ വേറെ ആരുടേതോ ആയിരുന്നു, അല്ലെ? ഇന്ന് നമ്മുടേതാണ്. ഇനി ഒരു 150 വർഷം കഴിഞ്ഞാൽ അത് വേറെ ആരുടേതായിരിക്കും. പക്ഷെ ഇതിന്റെ എല്ലാം യഥാർത്ഥ അധികാരി ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അപ്പൊ എല്ലാ കർമ്മങ്ങളും ആരുടെ പ്രവൃത്തിയാണോ ആ ഭഗവാൻ, വിചിത്രമായിരിക്കുന്ന നിർമ്മാണ ശക്തിയുള്ളവൻ, അല്ലെ? ഭഗവാൻ എന്തെല്ലാം വിചിത്രമായിരിക്കുന്ന നിർമ്മിതികളാണ് ഈ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയുണ്ട്, ആനയുണ്ട്, ജന്തുക്കളുണ്ട്, എല്ലാം. ആന, കുതിര, സിംഹം എന്ന് വേണ്ട നമ്മൾ കാണുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് സൃഷ്ടികൾ. മരങ്ങളെ നോക്ക്, കല്ലുകളെ നോക്ക്, ഭൂമി, ആകാശം, എന്താ പറയണ്ടേ, ഇവിടെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇതെല്ലാം ആരുടെ നിർമ്മിതി? ഭഗവാന്റെ നിർമ്മിതിയാണ്. നമ്മൾ ആരെങ്കിലും ഇത് നിർമ്മിച്ചു വെച്ചോ? ഒരിക്കലും ഇല്ല. മനുഷ്യനിർമ്മിതമായിരിക്കുന്ന സകലതിനും നാശമുണ്ട്, എന്നാൽ ഭഗവത് നിർമ്മിതമായിരിക്കുന്ന ഒന്നിനും നാശമില്ല. അത് ഭഗവാന് മാത്രമേ അധികാരമുള്ളൂ നശിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ വ്യത്യസ്തമായിരിക്കുന്ന നിർമ്മാണ ശക്തിയുള്ളവൻ, നിർമ്മിക്കാൻ, വ്യത്യസ്തമായിരിക്കുന്ന എല്ലാം നിർമ്മിക്കാൻ കഴിവുള്ളവൻ, ദേവശില്പിയായിരിക്കുന്ന ത്വഷ്ടാവിനോട് തുല്യനായവൻ ആരാണത്? വിശ്വകർമ്മ എന്നാണ്. അപ്പം വിശ്വകർമ്മ എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ഭഗവാൻ ആരാണ്? വിശ്വകർമാവാണ്. ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഇനിയോ മനുഹ. മനുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, എല്ലാം മനസ്സിലാക്കുന്നവൻ ഭഗവാനാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം മനസ്സിലാക്കുന്നവൻ ആരാണ്? ഭഗവാനാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഹൃദയത്തിൽ ഒരു കാര്യമുണ്ട്, ഇത് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയൂ എന്നൊരു ചിന്ത. പക്ഷെ അതല്ല അതിന്റെ ആൻസർ. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സമസ്ത കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ് ഭഗവാൻ. നമ്മൾക്ക് 1, 2, 3, 30,000, 30 കോടി ആളുകളിൽ നിന്ന് എന്ത് വേണമെങ്കിലും മറച്ചു വെക്കാം. പക്ഷെ സാക്ഷാൽ ഭഗവാനിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഭഗവാൻ എല്ലാം അറിയുന്നു. നമ്മുടെ ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികള് എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ മനു എന്ന് വിളിക്കുന്നത്, മനനം ചെയ്യുന്നവൻ എന്നർത്ഥം. ഓക്കെ, ഇനി ത്വഷ്ട. ത്വഷ്ട എന്ന് പറഞ്ഞാൽ സംഹാരകാലത്തിൽ നമ്മൾ പറഞ്ഞല്ലോ 4 യുഗങ്ങൾ. അപ്പൊ ഈ 4 യുഗങ്ങൾ കഴിയുന്ന സമയത്ത് ഈ ലോകം എന്താവും? പ്രളയജലത്തിൽ പോയി പോകും. പിന്നെ ഭഗവാൻ വീണ്ടും സൃഷ്ടിക്കും. അപ്പൊ ഈ 4 യുഗങ്ങളും അവസാനിച്ചു കഴിയുമ്പോ പ്രളയജലത്തിൽ, അതാണ് സംഹാരകാലം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും സംഹരിക്കുന്ന ആ കാലത്തില് സകല പ്രാണികളെയും തനൂകരിക്കുന്നത് അഥവാ ക്ഷീണിപ്പിക്കുന്നവൻ ഭഗവാൻ എല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കും. സമസ്തവും ഭഗവാന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് യശോദാമ്മ ഭഗവാൻ മണ്ണ് വാരി തിന്നെന്നും പറഞ്ഞുകൊണ്ട് വാ തുറക്കാൻ പറഞ്ഞപ്പോ ഭഗവാന്റെ വായില് സമസ്ത ബ്രഹ്മാണ്ടങ്ങൾ, ഭൂമി, ആകാശം, നക്ഷത്രങ്ങൾ, മനുഷ്യര്, ജന്തു, ജീവജാലങ്ങൾ എല്ലാം ഭഗവാൻ അദ്ദേഹത്തിന്റെ വായയിൽ കാണിച്ചു കൊടുത്തു. കാരണം എന്താ? എല്ലാം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? എല്ലാം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? സമസ്ത കാര്യങ്ങളും ഭഗവാനിലാണ് ലയിച്ചിരിക്കുന്നത്, ഒന്നും പുറത്തല്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തവിഷ്ട. സ്തവിഷ്ട എന്ന് പറഞ്ഞാൽ അത്യധികം സ്ഥൂലനായവൻ. ഭഗവാൻ ഏറ്റവും ചെറിയ രൂപത്തിലുണ്ടാവും, ഭയങ്കര വലിയ രൂപത്തിലുണ്ടാവും. നമ്മൾ ചിന്തിക്കാത്ത ഭാവങ്ങളിൽ, രൂപത്തിലെല്ലാം ഭഗവാൻ ഉണ്ടാവും. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. പരിപൂർണമായി നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള അറിവില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനസ്സിലായോ? പിന്നെന്താണ്? സ്ഥവിര ധ്രുവ എന്ന് വെച്ചു കഴിഞ്ഞാൽ പുരാതനനാകയാൽ ധ്രുവനായിട്ടുള്ളവൻ. ഭഗവാന്റെ തുടക്കം എന്താണ്, ഭഗവാന്റെ അവസാനം എന്താണ്, ഇത് ആർക്കറിയാം? ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. ഭഗവാൻ എങ്ങനെ ഉണ്ടായി, ഭഗവാൻ എങ്ങനെ നിൽക്കുന്നു, ഭഗവാൻ എവിടെ പോണു, അത് പരമമായിരിക്കുന്ന ഒരു സത്യമാണ്. ആ ചൈതന്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു അറിവും നമുക്കില്ല. മനസ്സിലായില്ലേ? ഒരു അറിവും നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ എന്താണ്? നമ്മളുടെ എല്ലാം ചിന്തകൾക്കപ്പുറമാണ് ഭഗവാന്റെ ശക്തി. അദ്ദേഹത്തിന്റെ ശക്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ഒരു അറിവും നമ്മൾക്കില്ല.
ഈ ലോകത്ത് അദ്ദേഹത്തെക്കുറിച്ച് പരിപൂർണമായി പറയാനുള്ള ഒരറിവും ആർക്കും ഇല്ല. നമ്മൾ ഹൃദയം കൊണ്ട് ഏത് രീതിയിൽ വിളിച്ചാലും ആ ഭഗവാൻ വരും. അതുകൊണ്ടാണല്ലോ മരപ്രഭു എന്നുള്ളത് അല്ല അമരപ്രഭു എന്നുള്ളത് മരപ്രഭു എന്നായപ്പോ ഭഗവാൻ പറഞ്ഞത് ആ മരപ്രഭു ഞാൻ തന്നെയാണ്, ആ അമരപ്രഭു ഞാൻ തന്നെയാണ്. അപ്പൊ വിഷ്ണു സഹസ്രനാമം വായിക്കുന്ന സമയത്ത് മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. അത് വായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടല്ലോ, അത്രയും ചിന്തിക്കുക. അത് വായിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് ഭഗവാൻ അംഗീകരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അത് വായിക്കാൻ നിങ്ങൾക്കൊരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയമാണ് ഭഗവാൻ അംഗീകരിക്കുന്നത്. അല്ലാതെ വായിക്കുന്ന വാക്കുകളേക്കാൾ കൂടുതൽ പരിപൂർണമായിരിക്കുന്ന ഭക്തി നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ആ ഹൃദയത്തെ ഭഗവാൻ അംഗീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ തെറ്റ് സംഭവിച്ചാൽ പേടിക്കണ്ട. അയ്യോ ഭഗവാനെ, ഞാൻ വായിച്ചത് തെറ്റായി പോയി, ഈശ്വരൻ എന്ത് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഹൃദയം കൊണ്ട് വിളിക്കൂ, ഭഗവാൻ സമീപസ്ഥനാണ്. തെറ്റുകൾ സംഭവിച്ചോട്ടെ, സ്വാഭാവികം, അതറിയും ഭഗവാന്. ആ തെറ്റുകളിലൂടെയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. മനസ്സിലായോ? അതുകൊണ്ട് അതൊന്നും ടെൻഷൻ വേണ്ട. അപ്പൊ അത് പഠിച്ചില്ലേ? അപ്രമേയോ ഹൃഷികേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമ്മ മനുസ്പഷ്ട സ്തവിഷ്ട സ്തവിരോ ധ്രുവഃ. ക്ലിയർ? കൂടെ വായിച്ചോളൂ. അപ്രമേയോ ഹൃഷികേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമ്മ മനുസ്ത്വഷ്ട സ്തവിഷ്ടഃ സ്തവിഷ്ടഃ സ്തവിരോ ധ്രുവഃ. ക്ലിയർ? ഇനി അടുത്ത ലൈൻ. അഗ്രാഹ്യ അഗ്രാഹ്യ ശാശ്വതഃ അഗ്രാഹ്യ ശാശ്വതഃ കൃഷ്ണോ ലോഹിതാക്ഷഃ ലോഹിതാക്ഷഃ പ്രദർധന പ്രഭൂതാസ് പ്രഭൂതാ സ്ത്രീ സ്ത്രിഘ പ്രഭൂത സ്ത്രിഘ കുബ്ധാമ. അത് പിരിച്ച് പിരിച്ച് വായിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്തോളൂ. പ്രഭൂത സ്ത്രിഘ കുബ്ധാമ പവിത്രം മംഗളം പരം. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഗ്രാഹ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കപ്പെടുവാൻ, അതായത് കർമ്മേന്ദ്രിയങ്ങൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയേണ്ടത്, ഭഗവാനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭക്തി കൊണ്ടാണ് ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത് അല്ലെ. അദ്ദേഹം എങ്ങോട്ടാ നോക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ, അതിന്റെ അർത്ഥം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഭഗവാന് മുമ്പിൽ സമർപ്പിക്കുന്ന എന്ത്, ഈ പറയുന്ന സ്വർണോ അല്ലെങ്കിൽ കോടാനുകോടി സാധനങ്ങൾ, ഇതൊന്നും അല്ല ഭഗവാൻ ആവശ്യം. ഭഗവാൻ ആവശ്യം എന്താണ്? പ്രേമഭക്തി. ഒരു മിനിറ്റ്. അപ്പോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കൊണ്ടുപോയി ഭഗവാന് എന്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് നമ്മൾ പ്രിയപ്പെട്ടവരാണ്. നമ്മൾ ചെന്നാ മതി ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാനെ ഒന്ന് ഹൃദയം കൊണ്ടൊന്ന് വിളിച്ചാൽ മതി. അതാണ് അദ്ദേഹത്തിന് വേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഗ്രാഹ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ശാശ്വത. ശാശ്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകാലങ്ങളിലും ഭവിക്കുന്നവൻ. എല്ലാ കാലങ്ങളിലും ഭഗവാനുണ്ട്. ശാശ്വതമായിരിക്കുകയാണ് ഭഗവാൻ. എല്ലാ കാലങ്ങളിലും ഭഗവാനുണ്ട്. ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ഭഗവാനുണ്ട്. നമ്മൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് അല്ലെ, നമ്മൾ ജനിച്ച വർഷം മുതൽ.
ഇന്ന് നമ്മൾ ഉണ്ട്, നാളെ ഉണ്ടോന്ന് നമുക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, പക്ഷെ ഒരു ദിവസം നമ്മൾ പോകും. പക്ഷെ എല്ലാ കാലങ്ങളിലും ഭഗവാൻ ഉണ്ട്, ശാശ്വതമായിട്ടുണ്ട്. അതാണ് പറയുന്നത് അഗ്രാഹ്യ ശാശ്വത. ശാശ്വത എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, ഇനി കൃഷ്ണ. അപ്പൊ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്താവാചകമായിരിക്കുന്ന കൃഷ് എന്ന് പറഞ്ഞാൽ ധാതുവും, ആനന്ദവാചകമായിരിക്കുന്ന ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നുണ്ടാകുന്ന ആ കൃഷ്ണ ശബ്ദം. അതായത് കൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതു, നിലനിൽപ്പുള്ളതും, ആനന്ദം നൽകുന്നതാണ് ണ എന്ന വാക്ക്. അപ്പൊ കൃഷ്ണ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിരിക്കുന്ന ആനന്ദമാണ്. നമുക്ക് നിലനിൽപ്പോടു കൂടിയ പരിപൂർണമായിരിക്കുന്ന ആനന്ദത്തെയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. കൃഷ്ണ എന്നാൽ ശാശ്വതമായിരിക്കുന്ന ആനന്ദം, അതാണ് കൃഷ്ണ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ രണ്ട് ഭാവങ്ങളുമുള്ളവൻ, നിറം കറുപ്പായതിനാലും കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. പരിപൂർണവുമാണ്, ആനന്ദം നൽകുന്നവനുമാണ്. ഈ രണ്ട് ഭാവങ്ങളോട് കൂടിയ കറുപ്പ് നിറമായിരിക്കുന്നതും കൂടിയായപ്പം ഭഗവാനെ നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഭഗവാന്റെ കൃഷ്ണ എന്ന വാക്കിന് ഒരുപാട് അർത്ഥം ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ അർത്ഥം, വളരെ ചെറുത്. ഇതിന്റെ മുകളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എല്ലാ അർത്ഥവും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദം നൽകുന്ന ഭഗവാനെ നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ലോഹിതാക്ഷ. ലോഹിതാക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തവർണമായിരിക്കുന്ന നേത്രങ്ങളോട് കൂടിയവൻ. ഭഗവാന്റെ കണ്ണുകളോ രക്തവർണമായിരിക്കുന്ന നേത്രമാണ്. നല്ല റെഡിഷ് കണ്ണുകളായിരിക്കും ഭഗവാന്റേത്. രക്തവർണമായിരിക്കുന്ന കണ്ണുകളോട്, അത് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ, പേടിക്കണ്ട. ഭഗവാന്റെ ഭക്തരെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ മാത്രമേ ഭഗവാൻ നരസിംഹമൂർത്തിയാവും. അപ്പം രക്തവർണമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനെ നമ്മൾ ലോഹിതാക്ഷ എന്ന് വിളിക്കുന്നു. അക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഴികൾ, കണ്ണ്. ലോഹിതാക്ഷ എന്ന് വിളിക്കും. ഓക്കെ, ഇനി പ്രദർധനഃ. പ്രദർധനഃ. ഇനി പ്രദർധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രളയകാലത്തിൽ, ഞാൻ പറഞ്ഞല്ലോ കുറച്ചു നേരത്തെ, പ്രളയകാലം വരുന്ന സമയത്ത് എല്ലാ ജീവികളെയും പ്രദർധനം അഥവാ ഹിംസ ചെയ്യുന്നവൻ. എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഭഗവാൻ നശിപ്പിക്കും. പ്രളയകാലം വന്നാൽ ഭഗവാൻ എല്ലാം നശിപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന ആ സംഹരിക്കുന്ന ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രദർധന എന്ന് വിളിക്കും. ഓക്കെ, അതാണ് ആ വരികളുടെ അർത്ഥം. അടുത്ത വരി എന്താണ്? പ്രഭൂത. പ്രഭൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, ഐശ്വര്യം, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയ ഭഗവാനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രഭൂത എന്ന് വിളിക്കും. പ്രഭൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും, അറിവാണ്, ജ്ഞാനമാണ്, ഐശ്വര്യമാണ്, സമ്പത്താണ്, സമൃദ്ധിയാണ്, പരിപൂർണനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നത്? പ്രഭൂത എന്ന് വിളിക്കുന്നത്. ഓക്കെ, ത്രിഘ കുബ്ധാമ. ത്രിഘ കുബ്ധാമ. ആ വേർഡ് അങ്ങനെ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. പ്രഭൂതസ് ത്രിഘ കുബ്ധാമ എന്ന് വായിച്ചാൽ മതി. തുടക്കക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, അതുകൊണ്ടാണ് അക്ഷരങ്ങൾ എടുത്തെടുത്ത് വായിച്ചു തരുന്നത്. നിങ്ങൾ വായിച്ച് 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 ഇതെല്ലാം കൂട്ടി വായിക്കാനുള്ള ഒരു അറിവ് ഗുരുവായൂരപ്പൻ തരും എല്ലാവർക്കും, ഞാൻ അടക്കമുള്ളവർക്ക്. ഓക്കെ, അപ്പൊ ത്രിഘ കുബ്ധാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർധമധ്യാധോ ഭാഗങ്ങളാകുന്ന 3 ദിക്കുകൾക്ക് ആശ്രയമായിട്ടുള്ളവൻ ഭഗവാൻ. എല്ലാ ദിക്കുകളെയും ഭഗവാൻ എന്താണ്? അതിന്റെ ആ ദിക്കുകളുടെ എല്ലാം ഓണറാണ് ഭഗവാൻ. നമ്മൾ പറയും തെക്ക് ശരിയല്ല, കിഴക്ക് ശരിയല്ല, പടിഞ്ഞാറ് ശരിയല്ല, വടക്ക് ശരിയല്ല. എല്ലാ ദിക്കുകൾക്കും ഭഗവാനാണ് അധികാരി. എല്ലാ ദിക്കുകൾക്കും, എല്ലാ നല്ലതിനും ഭഗവാനാണ് അധികാരി, എല്ലാ ചീത്തയ്ക്കും ഭഗവാനാണ് അധികാരി. രാത്രിക്കും അധികാരി ഭഗവാൻ തന്നെ, പകലിനും അധികാരി ഭഗവാൻ തന്നെ. എല്ലാ നന്മ തിന്മയ്ക്കും അധികാരി ഭഗവാൻ തന്നെ. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാ ദിക്കുകളും, എല്ലാ ദിക്കിനും ആരാണ്? എല്ലാ ദിക്കിന്റെയും അധികാരി ആരാണ്? ഭഗവാനാണ്. ഇനി പവിത്രം. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും പവിത്രമാക്കുന്നത് ആരാ? ഭഗവാനാണ്. സമസ്തമായിരിക്കുന്ന കാര്യങ്ങളെയും പവിത്രമാക്കുന്നത്, ശുദ്ധീകരിപ്പിക്കുന്നത് ഭഗവാനാണ്. മംഗളം പരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അശുഭങ്ങളെയും ദൂരീകരിക്കുന്ന, എല്ലാ അശുഭങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന, മംഗളസ്വരൂപനായിരിക്കുന്ന, സർവഭൂതങ്ങളിലും വെച്ചിട്ട് ഉത്തമമായിരിക്കുന്നതാണ് ഭഗവാൻ. ആലോചിക്കുക, ഭഗവാന്റെ ആ ഒരു പുണ്യം ആലോചിക്കുക. ഈ ഭഗവാനെയാണോ നമ്മൾ പരാതി പറയുന്നത്? പരിപൂർണമായ അറിവ് നമ്മൾക്ക് ആർക്കില്ല. തെറ്റുകൾ സംഭവിക്കാം, ഒന്നും സാരമില്ല.
മനസ്സിലായി? എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല പൂർണ്ണമായ അറിവ്. മേൽപ്പത്തൂർ തിരുമേനി പൂന്താനം തിരുമേനിയെ എന്താ പറയാ കളിയാക്കിയതുപോലെ നമ്മൾ ആരെയും കളിയാക്കാൻ പോണ്ട. അവർ തെറ്റിച്ച് പറഞ്ഞാലും ചോദിച്ചാലും ഒന്നും. ഭഗവാന് എന്താണോ, ഭഗവാന്റെ കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ തെറ്റുകൾ സംഭവിച്ചോട്ടെ, ചൊല്ലിക്കോളൂ, ഒന്നും കുഴപ്പമില്ല. ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് ചൊല്ലൂ കേട്ടോ. വിഷ്ണു സഹസ്രനാമം എന്നും ചൊല്ലിക്കോളൂ. ഭഗവാൻ ഇഷ്ടമാണ്, ഭഗവാൻ അത് സ്വീകരിക്കും. തെറ്റുകൾ വന്നോട്ടെ, പേടിക്കണ്ട. ഓക്കെ. മംഗളം പരം, എല്ലാ അശുഭങ്ങളും ദൂരീകരിക്കുന്ന മംഗള സ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ സർവഭൂതങ്ങളിലും വെച്ചിട്ട് ഉത്തമമായിരിക്കുന്നവനെയാണ് നമ്മൾ മംഗളം പരം എന്ന് പറയുന്നത്. അതാരാ? ഭഗവാനാണ്. ക്ലിയർ? ഇത്ര പെട്ടെന്ന് 9:30 ആയോ? നമ്മൾ 2 ലൈനിലല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പത്തേക്ക് 9:30 ആയി. സാരില്ല, കുറച്ചുകൂടി എടുക്കാം. ഇനി ഈശാന പ്രാണധ, കൂടെ വായിക്കൂ കേട്ടോ. ഓരോരോ വേടുകളായിട്ട് വായിച്ചു തരാം. ഈശാന പ്രാണധ, പ്രാണ ആദ്യം പ്രാണധ പിന്നെ പ്രാണ. ഈശാന പ്രാണധ പ്രാണ, പ്രാണോ എന്നാണ്, പക്ഷെ പ്രാണ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. തെറ്റിയതല്ല, ഓരോരോ വേടുകളായിട്ട് വായിച്ചു തരാം, അതുകൊണ്ടാണ്. ഈശാന പ്രാണ, പ്രാണോ എന്നുള്ളത് പ്രാണ എന്ന് ചിന്തിക്കൂ. അതിന്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണേ. ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി, ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി, ഹിരണ്യഗർഭോ, ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. കിട്ടിയോ ആ ലൈൻ വായിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഇവിടെ ഈശാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാ? ഈശ്വരൻ. ആ ഈശ്വരൻ ആരാ? ഭഗവാൻ. എല്ലാ ഭൂതങ്ങളെയും, കാലങ്ങളെയും ഭൂതങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ആരാ? ഭഗവാൻ. ആ ഈശ്വരനെയാണ് നമ്മൾ ഈശാനഹ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി പ്രാണധ, പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവനെയാണ് പ്രാണധ എന്ന് വിളിക്കുന്നത്. പ്രാണം നമുക്കെല്ലാം ആരാ ജീവൻ നൽകിയത്? ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ ദാനമാണ് നമ്മുടെ ജന്മം, അല്ലെ? നമ്മുടെ ഈ ഒരു ജീവൻ എന്ന് പറയുന്നത് അദ്ദേഹം നൽകിയ ദാനമാണ്. ഈ ഭൂമിയിലുള്ള ചെറിയ ഉറുമ്പിന്റെ ജീവൻ പോലും അദ്ദേഹം നൽകിയ ദാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രാണധ എന്ന് വിളിക്കുന്നത്. പ്രാണത്തെ ദാനം ചെയ്യുന്നവനെ പ്രാണധ എന്ന് വിളിക്കുന്നു. ഇനിയോ പ്രാണോ, പ്രാണോ എന്നുള്ളത് പറയുകയാണെങ്കിൽ പ്രാണനം ചെയ്യുന്നവൻ അഥവാ ശ്വാസ പ്രശ്വാസങ്ങൾ എടുക്കുന്നവൻ, ജീവികളുടെ ജീവൻ, അതായത് പ്രാണൻ നൽകും ചെയ്യും, ആ പ്രാണനെ എടുക്കും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രാണധ പ്രാണോ എന്ന് പറയുന്നത്. പ്രാണൻ നൽകാനും ഭഗവാൻ മതി, ആ പ്രാണൻ എടുക്കാനും ഭഗവാൻ മതി. നമുക്ക് ആർക്കും എന്ത് അധികാരമില്ല? ആത്മഹത്യ ചെയ്യാൻ അധികാരമില്ല. ഭഗവാൻ നമ്മൾക്ക് ഒരു ജന്മം തന്നിട്ടുണ്ട്. ആ ജന്മത്തെ ശപിക്കാതെ ജീവിക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ജന്മത്തെ ശപിക്കാതെ ജീവിക്കാം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്തു വരണം, മറികടക്കണം. എങ്ങനെ മറികടക്കണം? ഈശ്വരനോടുള്ള അചഞ്ചലമായ ഭക്തിയിലൂടെ മറികടക്കണം. മനസ്സിലായില്ലേ? അതാണ് പ്രാണധ പ്രാണ എന്ന് പറയുന്നത്. പ്രാണനെ ദാനം ചെയ്യുന്നവനും ആ പ്രാണനെ എടുക്കുന്നവനെയും ആരാ? ഭഗവാൻ. ഇനി അടുത്ത ലൈൻ ജ്യേഷ്ഠ ശ്രേഷ്ഠ. ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃദ്ധനായിട്ടുള്ളവൻ, ജ്യേഷ്ഠൻ, സഹോദരൻ, മൂത്ത, അതായത് ഭഗവാനാണ് ഏറ്റവും ആദിമം, അല്ലെ? ആദ്യം ഭഗവാനാണ്. അപ്പൊ ഏറ്റവും പ്രായം ചെന്ന വൃദ്ധൻ എന്ന് പറയുന്നതിലുപരി ഭഗവാൻ പ്രായമുള്ള ആളല്ല കേട്ടോ. ഭഗവാൻ എപ്പോഴും യൗവനസ്ഥനാണ്. പക്ഷെ ഞാൻ പറയാണ്, നമ്മൾ എന്താ പറയാ, കാരണവരെന്നൊക്കെ പറയില്ലേ, ഏറ്റവും പ്രായമുള്ള മുതിർന്ന വ്യക്തി. അതുകൊണ്ടാണ് ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നത്. ജ്യേഷ്ഠ, ഭഗവാൻ ജ്യേഷ്ഠനാണ്. സഹോദരൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, മുതിർന്ന ആള്. പിന്നെയോ ശ്രേഷ്ഠ. ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ സർവാധികമായിരിക്കുന്ന പ്രശംസയെ അർഹിക്കുന്നവൻ, അഥവാ എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നവൻ, ശ്രേഷ്ഠമാക്കി വെച്ചിരിക്കുന്നവൻ ആരാ? ഭഗവാനാണ്. എല്ലാത്തിലും വെച്ച് നമുക്ക് അതിശയം തോന്നുന്നത് ഭഗവാനാണ്, അല്ലെ? എന്തൊക്കെയാ ഭഗവാൻ കാണിക്കുന്നത്?
കുട്ടിയാണോ എന്ന് വെച്ചാൽ കുട്ടിയാണ്, കാമുകനാണോ എന്ന് വെച്ചാൽ കാമുകനാണ്, ഭർത്താവാണോ എന്ന് വെച്ചാൽ ഭർത്താവാണ്, മകനാണോ എന്ന് വെച്ചാൽ മകനാണ്, കൂട്ടുകാരനാണോ എന്ന് വെച്ചാൽ അതാണ്. ഈ ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയാണോ എന്ന് വെച്ചാൽ അതുമാണ്. അങ്ങനെ നമ്മളെ അതിശയിപ്പിക്കാണ്, എല്ലാത്തിനെയും അതിശയിപ്പിക്കുന്നതാണ് ഭഗവാൻ. അതാണ് ശ്രേഷ്ഠ എന്ന് പറയുന്നത്. ക്ലിയർ? പ്രജാപതി എന്ന് വെച്ചാൽ എല്ലാ പ്രജകളുടെയും അധികാരി, പതിയായിരിക്കുന്നവൻ ആരാ? ഭഗവാനാണ്. അതാണ് പ്രജാപതി എന്ന് പറയുന്നത്. ഭഗവാനേക്കാൾ മുകളിൽ ആരുമില്ല. ഹിരണ്യഗർഭ, ഹിരണ്യഗർഭ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ രൂപമായിരിക്കുന്ന ഹിരൺമയാണ്ഡത്തിന്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെ ആത്മസ്വരൂപനായിരിക്കുന്നവൻ. നമ്മൾ പറയും ബ്രഹ്മാവാണ് നമുക്ക് സൃഷ്ടി നടത്തുന്നത്. ആ ബ്രഹ്മാവിന്റെയും ആത്മസ്വരൂപൻ ആരാ? ഭഗവാനാണ്. ആ ബ്രഹ്മദേവന്റെയും ഉള്ളിൽ ആരായിരിക്കുന്നത്? ഭഗവാനാണ് ഇരിക്കുന്നത്. അതാണ് പറയുന്നത്, എല്ലാ ബ്രഹ്മാണ്ഡ രൂപമായിരിക്കുന്ന ഹിരൺമയാണ്ഡത്തിന്റെ ഈ ഒരു എല്ലാ ബ്രഹ്മാണ്ഡങ്ങളുടെയും ഉള്ളിൽ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉള്ളിലും ഭഗവാനുണ്ട്. എല്ലാവരുടെയും ഉള്ളിലും ഭഗവാനുണ്ട്. പരമാത്മാവിന്റെ രൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെയും ആത്മസ്വരൂപം ആരാണ്? ഭഗവാനാണ്. ബ്രഹ്മദേവന്റെയും ഉള്ളിൽ ആരായിരിക്കുന്നത്? ഭഗവാനാണ് ഇരിക്കുന്നത്. അതാണ് ഹിരണ്യഗർഭ എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്ന് വേർപെട്ടിട്ട് ഒരാൾക്കും ഒന്നിനും ഇരിക്കാൻ കഴിയില്ല. ഭഗവാനോട് കൂടി എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. ഭൂഗർഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ആരുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ അവൻ. ഭൂമി ആരുടെ ഉള്ളിലാണുള്ളത്? ഭഗവാന്റെ ഉള്ളിൽ. അതല്ലേ യശോദാമ്മ വാതുറക്കാൻ പറഞ്ഞപ്പോ തുറന്നപ്പോ വായിക്കകത്ത് ഭൂമിനെ കാണിച്ചു കൊടുത്തത്. ആ ഭൂമി ഭഗവാന്റെ അന്തർഭാഗത്ത്, ഭഗവാന്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ടാണ് ഭഗവാന് ഭൂഗർഭ എന്ന് പറയുന്നത്. ഭഗവാന്റെ 1000 നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചു പോണത്. ഭൂഗർഭ എന്ന് പറയുന്നത് ഭൂമി ആരുടെ ഉള്ളിലാണോ? ഭഗവാന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഭഗവാനെ ഭൂഗർഭ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? മാധവ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ ഭർത്താവായതുകൊണ്ടാണ് ഭഗവാനെ മാധവ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മഹാലക്ഷ്മിയുടെ ഭർത്താവായതുകൊണ്ടാണ് ഭഗവാനെ മാധവ എന്ന് വിളിക്കുന്നത്. ഇനി മധുസൂദന എന്ന് വെച്ചാൽ മധു എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരനെ ഭഗവാൻ അങ്ങ് കൊന്നു. മധു എന്ന് പറയുന്ന ഒരു അസുരനെ ഭഗവാൻ അങ്ങ് കൊന്നു. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? മധുസൂദന എന്ന് വിളിക്കുന്നു. മാധവൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാലക്ഷ്മിയുടെ ഭർത്താവായതുകൊണ്ട്. ഓക്കെ. ഈശാന പ്രാണധ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി. വായിക്കാൻ കിട്ടിയോ? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. അപ്പോ എല്ലാ ഭൂതങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഈശാന, അങ്ങനെ നിയന്ത്രിക്കുന്ന ആളിനെയാണ് എന്താന്ന് വിളിക്കുന്നത്? ഈശാന. എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് പ്രാണനെ ദാനം നൽകിക്കൊണ്ട്, അതായത് ജീവനെ നമ്മൾക്ക് ഓരോ ജീവജാലങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഉണരാൻ പറ്റൂ, അല്ലേ? ഇപ്പൊ അമ്മ പ്രസവിച്ചാലും ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ജീവൻ വേണം, എങ്കിലല്ലേ നമുക്ക് ജീവിതത്തിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ജീവനെ ദാനം നൽകിക്കൊണ്ട് ആ ദാനം നൽകിയ ജീവനെ തിരിച്ചെടുത്തുകൊണ്ട് ഏറ്റവും മുതിർന്ന ഭാവത്തിലിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. ഭഗവാനേക്കാൾ മുതിർന്നതായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നത്. കാരണവരായിരുന്നു കൊണ്ട് എല്ലാത്തിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരുന്ന് എല്ലാത്തിനെയും എല്ലാരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഭഗവാൻ. അങ്ങനെ അത്ഭുതപ്പെടുത്തി ശ്രേഷ്ഠ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ പ്രജകളുടെയും അധികാരിയായിരുന്നു കൊണ്ട് എല്ലാ ബ്രഹ്മദേവന്റെ അടക്കം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്ത് ബ്രഹ്മദേവന്റെ വരെ ഉള്ളിൽ സ്ഥിതി ചെയ്തിരുന്നു കൊണ്ട് ഭൂമിയെ വരെ ഭഗവാന്റെ ഉള്ളിലാണ്. മനസ്സിലായോ? ഭൂഗർഭ എന്ന് പറഞ്ഞാൽ ഭൂമി വരെ ഭഗവാന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഭൂഗർഭ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന മഹാലക്ഷ്മിയുടെ പതിയായിരിക്കുന്ന മാധവ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ആ മധുസൂദനനെ ഞാൻ വന്ദിക്കുന്നു. അതായത് മധു എന്ന അസുരനെ കൊന്ന ആ മധുസൂദനനെ ഞാൻ പ്രണമിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ലൈനും കൂടെ എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ എത്ര ലൈൻസ് എടുത്തു? വളരെ കുറച്ച് എടുത്ത് പോയാൽ മതി നമുക്ക്.
6 ലൈൻസ് എടുത്തു. 10 ലൈൻ എടുത്തിട്ട് പോവാം. ദിവസവും 10 ലൈൻസ് പഠിക്കാം. നമ്മൾക്ക് ധൃതിയൊന്നും വേണ്ട, മെല്ലെ മെല്ലെ പഠിച്ചു പോയാൽ മതി. ഓക്കെ. ഇനി ഈശ്വരോ, ശ്രദ്ധിച്ചു കേൾക്കണം. ഈശ്വര അല്ലെങ്കിൽ ഈശ്വരോ, ഓരോ ബുക്കിൽ ഓരോ പ്രിന്റിംഗ് ഉണ്ട്. അതും ഒരു പ്രശ്നമാണ്. ഞാനിവിടെ വെച്ച 2-3 ബുക്കിൽ 2-3 തരത്തിലുള്ള പ്രിന്റിങ്സ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ എന്ത് ബുക്കാണോ ആ ബുക്കിലുള്ള പ്രിന്റിംഗ് പോലെ വായിച്ചു പോകും. ഓക്കെ. ഈശ്വരോ വിക്രമീ ധന്വി മേധാവി വിക്രമ ക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മവാൻ. കിട്ടിയോ? ഈശ്വരോ വിക്രമി ധന്വി മേധാവി വിക്രമ ക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മവാൻ. ഈശ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? സർവശക്തിമാൻ. സർവശക്തിയുമുള്ളതാരാണ്? ഈശ്വരനാണ്. വിക്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗര്യത്തോടു കൂടിയവൻ. ഭയങ്കരം ശൗര്യമാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെ കളിച്ചും ചിരിച്ചും നടക്കും ചെയ്യും. കാര്യത്തോടടുക്കുമ്പോ ഭയങ്കരം ശൗര്യമാണ്. ഭഗവാന്റെ ഒരു ഭക്തനെ തൊട്ടുനോക്ക്, അറിയാം സ്വഭാവം എന്താണെന്ന്. മനസ്സിലായോ? ഇച്ചിരി വെണ്ണയും കൊണ്ട് ചെന്നോക്ക്, ഉണ്ണിയേക്കാൾ ഉണ്ണിയായിട്ട് ഓടി വരും. ഒരു ഗോപികയായിട്ട് ചെന്നോക്ക്, എങ്ങനെ പണി കൊടുക്കാന്ന് ആലോചിച്ചുകൊണ്ട് കാമുക ഭാവത്തിൽ വരും. ഒരു കൂട്ടുകാരനായി ചെന്നോക്ക്, ഞാനുണ്ട് മച്ചാനെ എന്ന ഭാവത്തിൽ വരും. ഇനി രുക്മിണി ഭാവത്തിൽ നമ്മൾ ഭഗവാനെ ആ ഒരു ഭാവത്തിൽ നിന്ന് കണ്ടാലോ, ഇച്ചിരി മസിലൊക്കെ പിടിക്കും, ഈ ഭർത്താക്കന്മാരെ പോലെ. ഇങ്ങനെ എല്ലാ ഭാവങ്ങളിലും ഭഗവാനുണ്ട്. മനസ്സിലായി? ഒരു മകനായി കണ്ടോക്ക്, യശോദാമയെ ചുറ്റിച്ച പോലെ നമ്മളെയും ചുറ്റിക്കും. ഇങ്ങനെയാണ് ഭഗവാൻ. ഇനി അർജുനൻ കണ്ടതുപോലെ ഒരു ഗുരുവായി കണ്ടോക്ക്, സമസ്ത ജ്ഞാനവും തരും. ഏത് ഭാവത്തിൽ ഭഗവാനോട് എടുത്താലും ആ ഭാവത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വിക്രമി എന്ന് പറഞ്ഞാൽ ശൗര്യത്തോടു കൂടിയവൻ. ധന്വി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാർഘം എന്ന് പറയുന്ന ധനുസ്സോട് കൂടിയവൻ. ഭഗവാന്റെ ധനുസ്സോട്, അതാണ് പറഞ്ഞത്, ശാർഘം എന്ന് പറയുന്ന ധനുസ്സോട് കൂടിയവൻ. അതുകൊണ്ടാണ് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നത്? ധന്വി എന്ന് വിളിക്കുന്നത്. മേധാവി എന്നാൽ ബുദ്ധി സാമർഥ്യമുള്ളവൻ. ഭയങ്കര ബുദ്ധി സാമർഥ്യമാണ്. നമ്മൾ ഒന്ന് പറഞ്ഞാൽ ഭഗവാൻ 2 ആക്കി തരും. അത് അങ്ങനെയാണ്. നമ്മൾ പോയിട്ട് ഭഗവാനെ എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇതെന്നും പ്രാർത്ഥിച്ചാൽ ഒറ്റടി അങ്ങോട്ട് കൊണ്ടുപോയി കളയും. ആ നീയല്ല എന്നോട് രക്ഷിക്കാൻ പറഞ്ഞ, ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണു. ഇതാണ് ഭഗവാനെ, എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ആ നീയല്ലേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ, ഞാൻ എല്ലാം അങ്ങ് തിരിച്ചെടുത്തു എന്ന് പറയും. അങ്ങനെയാണ് ഭഗവാൻ. നമ്മൾ പറയുന്നത് ചിന്തിച്ച് പറയണം ഭഗവാനോട്. മനസ്സിലായല്ലോ? എന്താണോ പറയണത് ഭഗവാനോട് ചിന്തിച്ച് പറയണം. ഭഗവാനെ ഞാൻ അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം തരാം എന്ന് പറഞ്ഞാലോ, അദ്ദേഹത്തിന് എന്തെല്ലാം ഇഷ്ടമുണ്ട് അതൊന്നും നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല. നമുക്ക് അതിനുള്ള ഒരു കഴിവും ഇല്ല. ഉണ്ടോ? ഭഗവാനാണ് സമസ്ത കാര്യങ്ങൾക്കും അധികാരിയായിരിക്കുന്നത്. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചിന്തിക്കലെന്താ? നിനക്ക് കണ്ണ് കാണാലോ, നിനക്ക് കാഴ്ചശക്തി ഉണ്ടല്ലോ, കേൾവി ശക്തി ഉണ്ടല്ലോ, നടക്കാനുള്ള ശക്തി ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയുടെ എല്ലാ ഗുണങ്ങളും നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ, പിന്നെന്തോ ഒന്നുമില്ല എന്ന് പറയണത്. ഇങ്ങനെ നമ്മളെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും വാക്കുകൾ കൊണ്ട് ഭഗവാൻ. അതാണ് പറഞ്ഞത്, ഭയങ്കര ബുദ്ധി സാമർഥ്യമാണ്. പക്ഷെ കുറച്ച് കളിപ്പിക്കുകയാണ്, പിന്നെ എല്ലാം തരും, നമ്മുടെ വിഷമമൊക്കെ മാറ്റിത്തരും, ഇല്ലാന്നൊന്നുമില്ല. അങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തുകയും കരയിപ്പിക്കുകയൊന്നും ചെയ്യില്ല. ഭഗവാൻ എല്ലാത്തിൽ നിന്നും, നമ്മൾ എല്ലാ ദുരിതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. പക്ഷെ ഇച്ചിരി കളിപ്പിക്കും. നമ്മളെ കളിപ്പിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടം. എന്തോരം ഭക്തരെ കളിപ്പിച്ച കഥയുണ്ടെന്നറിയോ? എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാ തരത്തിൽ ആ കൂറുരമ്മയെ കിട്ടിട്ട് വട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, അറിയാലോ. കലത്തിൽ വരെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവസാനം ഒരു നിവർത്തിയില്ലാണ്ട് അമ്മാതിരി കുരുത്തക്കേടാണ്, ഒരു രക്ഷയുണ്ടാവില്ല. യശോദാമേനെ പിന്നെ പറയണ്ട, ആ പാവത്തിന് ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ. രാധാറാണിയുടെ കാര്യം പിന്നെ പറയണം. പക്ഷെ രാധാറാണിയുടെ അടുത്ത് ഒരു കളി നടക്കൂല ഭഗവാന്റെ, അത് വേറൊരു കാര്യം. അപ്പൊ ഭഗവാന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താ. അതീവ ബുദ്ധി സാമർഥ്യ ഭഗവാന്. മനസ്സിലായില്ലേ?
വിക്രമ. വിക്രമ എന്ന് പറഞ്ഞാൽ ജഗത്തിനെ ലംഘനം ചെയ്തവൻ. ജഗത്തിനെ ലംഘനം ചെയ്ത, അതായത് ഗരുഡന്റെ പുറത്ത് ഗമനം ചെയ്യുന്നവൻ. ഗരുഡന്റെ പുറത്ത് കയറിയിട്ടാണ് ഭഗവാൻ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് വിക്രമ എന്ന് വിളിക്കുന്നത്. പിന്നെയോ ക്രമ. ക്രമ എന്ന് പറഞ്ഞാൽ ക്രമണം, അതായത് ക്രമണം ചെയ്യുന്നതിനെയോ അതുപോലെ ക്രമത്തിന് കാരണമായവനെയോ. ഇപ്പോ നമ്മൾ പറയും, ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ എത്താട്ടോ, 10:15, 10:30, 10:45, 11 ആളെ കാണൂല. അപ്പൊ നമ്മളവിടെ എന്താ പറയാ, ബസ് കിട്ടിയില്ല, അല്ലെ വണ്ടി വഴിയിൽ സ്റ്റക്കായിപ്പോയി, അയ്യോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെയായി ഇങ്ങനെയായി, 100 എക്സ്ക്യൂസ് നമുക്കുണ്ടാവും. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. സൂര്യദേവൻ രാവിലെ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന് പറഞ്ഞാൽ പ്രഭാതമാക്കും ഭഗവാൻ. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി. ഒരു തരത്തില് ഭഗവാൻ ഒരു ക്രമമുണ്ട് അല്ലെ. പ്രകൃതി ഉണരുന്നു, പ്രകൃതി ഉറങ്ങുന്നു, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, അങ്ങനെ ഇങ്ങനെ കാലചക്രം. ആ ക്രമം ഭഗവാൻ നിശ്ചയിച്ചു വെച്ചാണ്, അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ഭഗവാൻ എന്ത് ക്രമത്തിൽ നിശ്ചയിച്ചോ ആ ക്രമത്തിൽ ഭഗവാൻ കൊണ്ടുപോകും. അതാണ് പറയുന്നത് ക്രമഹ എന്ന് പറയുന്നത്. പിന്നെയോ അനുത്തമഹ. അനുത്തമഹ എന്ന് പറഞ്ഞപ്പോ എന്താണ്, അനുത്തമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനിൽ നിന്ന് ഉത്തമനായി മറ്റൊരുത്തനില്ല. ഇവനിൽ നിന്ന് ഉത്തമനായിട്ട് മറ്റൊരുത്തനില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അനുത്തമഹ എന്ന് പറയുന്നത്. ഭഗവാനേക്കാൾ ഉത്തമനായിട്ട് ആരുമില്ല. ഭഗവാനാണ് ഏറ്റവും വലിയ ഉത്തമൻ. അതുകൊണ്ടാണ് പരിശുദ്ധമായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, നമസ്കരിക്കുന്നത്. മനസ്സിലാവുന്നു? ആ ഭഗവാനേക്കാൾ ഉത്തമനായിട്ട് ആരുമില്ല. ആ അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ, ആ പരമ ദിവ്യോത്തമ പുരുഷൻ, അതാണ് ഭഗവാൻ. പിന്നെയോ ദുരാധർഷ. ദുരാധർഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരാധർഷ എന്ന് പറഞ്ഞാൽ ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവൻ. മനസ്സിലായില്ലേ? ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തവൻ. ആരെ കൊണ്ടും ഭഗവാനെ ആക്രമിക്കാൻ കഴിയില്ല. ആരെ കൊണ്ടും ആക്രമിക്കാൻ കഴിയില്ല. ഭഗവാനെ കുറ്റം പറഞ്ഞപ്പോ പുറകുന്ന് പിടിക്കുന്നു. സത്യം, ഇവിടെ നിങ്ങളുടെ ഇറങ്ങി വന്നൊരു ഒറ്റപ്പെടുത്താൻ എൻ്റെ കഴുത്തിന്. ഓഹോ, ഇവിടെ ഇരുന്നിട്ട് എന്നെ പറ്റി പറയണല്ലേ എന്ന് പറഞ്ഞിട്ട്. സത്യം രാജി മാതാജി, ഹരേ കൃഷ്ണ. മാതാജി ഇപ്പൊ ഭഗവാനേക്കാൾ വലിയ ബുദ്ധി സാമർഥ്യമായല്ലോ. ഹരേ കൃഷ്ണ. ദുരാധർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാലെയും ആക്രമിക്കപ്പെടാത്ത, ആരെ കൊണ്ടും എന്താണ്, ഭഗവാനെ ആക്രമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ദുരാധർഷ എന്ന് പറയുന്നത്. കൃതജ്ഞ. കൃതജ്ഞ എന്ന് പറഞ്ഞാൽ ജീവികളുടെ കൃത്യമായ കർമ്മങ്ങളെ അറിയുന്നവൻ. ഓരോ ജീവികൾക്കും ഇത്ര കാലങ്ങളുണ്ട്, ആയുസ്സുണ്ട്, സമയമുണ്ട്, ഇതുണ്ട് അതുണ്ട് എന്ന് കൃത്യമായിട്ട് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ജീവികളുടെ കൃത്യമായ കർമ്മങ്ങളെ അറിയുന്നവനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് പറയും? കൃതജ്ഞ എന്ന് പറയും. കൃതി. കൃതി എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ. എല്ലാ കാര്യവും ആരിൽ നിന്നാണ് ആവുന്നത്? ഭഗവാനിൽ നിന്ന്. എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ നിന്നാണ് എന്താ പറയുന്നത്, തുടങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ, അടിസ്ഥാനമായവൻ ആരാ? ഭഗവാനാണ്. ആത്മവാൻ, സ്വന്തം മഹിമാവിൽ പ്രതിഷ്ഠിതൻ. ഭഗവാൻ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കണം. ഭഗവാൻ ഭഗവാനിൽ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല, ഭഗവാനിലേക്കാൾ വലുതായിട്ടൊന്നുമില്ല, ഭഗവാനേക്കാൾ ചെറുതായിട്ടൊന്നുമില്ല. സമസ്തവും ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആത്മവാൻ എന്ന് പറയുന്നത്. നമ്മൾ പോലും ഭഗവാന്റെ അകത്താണുള്ളത്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം സ്വതന്ത്രരാണെന്ന്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സർവശക്തിമാനായിരിക്കുന്ന, ശൗര്യത്തോടു കൂടിയിരിക്കുന്ന, ശാർഘം എന്ന് പറയുന്ന ധനുസോടു കൂടിയിരിക്കുന്ന, അതിബുദ്ധി സാമർഥ്യമുള്ള ഈ ഒരു ലോകത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഗരുഡന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, ഭഗവാനേക്കാൾ വലിയൊരു ഉത്തമനായിരിക്കുന്ന, ആരുമില്ലാത്ത ആ ഭഗവാൻ, എല്ലാത്തിനേക്കാൾ ഉത്തമമായിരിക്കുന്ന ആ ഭഗവാൻ, ആരെക്കൊണ്ടും ആ ഭഗവാനെ ആക്രമിക്കാൻ കഴിയില്ല. എല്ലാ ജീവികളുടെയും കൃത്യമായിരിക്കുന്ന കർമ്മങ്ങളെ അറിയുന്ന, എല്ലാ ക്രിയകൾക്കും കാരണമായിരിക്കുന്ന,
സമസ്തവും ഭഗവാന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമുക്ക് നമിക്കാം. ഓക്കെ, അതാണ് ഇതിൻ്റെ അർത്ഥം, ഈ വരിയുടെ അർത്ഥം. ഇനി നമ്മളുടെ ഇന്നത്തെ 10ാമത്തെ വരിയിലേക്ക് പോകണം. എല്ലാ ദിവസവും 10 ലൈൻസ്. ഇനി ഏതാണ്? സുരേഷ ശരണം, സുരേഷ ശരണം, ശർമ്മ വിശ്വരേധ. നിങ്ങൾക്ക് എളുപ്പം വായിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എണ്ണി പറഞ്ഞിരുന്നത്. സുരേഷ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവഃ, പ്രജാഭവഃ. അഹ, അടുത്ത ലൈൻ വായിക്കുന്നു. അഹ സംവത്സര, സംവത്സരോ എന്നാണ് വായിക്കുമ്പോൾ സംവത്സര മീൻസ് അർത്ഥം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ വായിച്ചു പോകും. അഹ സംവത്സരോ വ്യാള പ്രത്യയ. ഒരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു വെക്കൂ. ഞാൻ വായിക്കുന്ന ആ വേർഡ്സ് ഇങ്ങനെ മുറിച്ച് വെക്കും. അപ്പൊ പിന്നീട് എടുത്ത് വായിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. പ്രത്യയ സർവദർശന. കിട്ടിയോ? സുരേഷ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവ. അഹ സംവത്സരഃ, കൂടെ വായിച്ചോളൂ. അഹ സംവത്സരഃ വ്യാള പ്രത്യയ സർവദർശന. കിട്ടിയോ? അതായത് സുരേഷ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഈശ്വരൻ. ദേവന്മാരുടെ ഈശ്വരനെ എന്തെന്ന് വിളിക്കും? സുരേഷ എന്ന് വിളിക്കും. ശോഭനമായിട്ടുള്ളതിനെ ദാനം ചെയ്യുന്നത്, ശോഭനമായിട്ടുള്ളതിനെ ദാനം ചെയ്യുന്നത്, നല്ലതിനെ ദാനം ചെയ്യുന്നതിനെയാണ് സുരേഷ. ദേവന്മാരുടെ ഈശ്വരനെയാണ് സുരേഷ എന്ന് വിളിക്കുന്നത്. ശരണം, ദുഃഖിതന്മാരുടെ ദുഃഖത്തെ ഹരിക്കുന്നവൻ, അതാണ് ശരണം എന്ന് പറഞ്ഞാൽ. നമ്മളെ പോലുള്ള ദുഃഖിതന്മാരുടെ വേദനയെ ഇല്ലായ്മ ചെയ്യുന്നവൻ ശരണം. ദുഃഖിതന്മാരുടെ ദുഃഖത്തെ ഹരിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ. ശർമ്മ, പരമാനന്ദ സ്വരൂപൻ. എന്താണ്? പരമാനന്ദ സ്വരൂപൻ. ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ്. അതാണ് ശർമ്മ എന്ന് പറയുന്നതിന്റെ അർത്ഥം. വിശ്വരേധ, ഈ ലോകത്തിന്റെ കാരണമായിരിക്കുന്നവൻ, വിശ്വത്തിന് കാരണമായിരിക്കുന്നവനെയാണ് വിശ്വരേധ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പ്രജാഭവ, എല്ലാ പ്രജകളും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും എല്ലാം വന്നിരിക്കുന്നത്, എല്ലാ പ്രജകളും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രജാഭവ എന്ന് വിളിക്കുന്നത്. അഹഹ, അഹഹ, 2 കുത്ത് വരുന്നുണ്ട്. അഹ എന്ന് വായിക്കൂ. അഹ എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപൻ. ഭഗവാൻ സ്വയം ഇങ്ങനെ പ്രകാശിതനായിരിക്കുക. നമ്മളെ കാണുന്ന പോലെ നമുക്കൊക്കെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ കുറച്ച് ലൈറ്റ് ഇടണം, എന്നിട്ട് അത് കൊണ്ടിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യണം, എന്നാലൊക്കെ ഇച്ചിരി വെട്ടം വരും മുഖത്ത്. ഭഗവാൻ അത് വേണ്ട, പ്രകാശിതനാണ്, സ്വയം പ്രകാശിതനാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാനെ അഹ എന്ന് വിളിക്കുന്നത്. പ്രകാശിതൻ, സ്വയം പ്രകാശ സ്വരൂപനായിരിക്കുകയാണ് ഭഗവാൻ. സംവത്സര, കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാണ് ഭഗവാൻ. ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ കാലത്തിനും അതീതനാണ് ഭഗവാൻ. മനസ്സിലായോ? ഒരു കാലത്തിനും ഭഗവാനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. കാലസ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ വ്യാള, വ്യാള എന്ന് പറഞ്ഞാൽ സർപ്പത്തെ പോലെ പിടിക്കുവാൻ കഴിയാത്തവൻ. സർപ്പത്തെ പോലെ പിടിക്കാൻ പോലും ഭഗവാനെ സാധിക്കില്ല. ഒരു തരത്തിലും ഭഗവാനെ പിടിക്കാൻ കഴിയില്ല. ഹൃദയം കൊണ്ട് മാത്രമേ പിടിക്കാൻ സാധിക്കൂ. പ്രത്യയ, പ്രത്യയ എന്ന് പറഞ്ഞാൽ പ്രജ്ഞാസ്വരൂപനാണ് ഭഗവാൻ. പ്രജ്ഞാസ്വരൂപൻ. ഇനിയോ സർവദർശന, ദർശനാത്മകമായിരിക്കുന്ന കണ്ണുകളുള്ളവൻ. സർവദർശന, എല്ലാം ഭഗവാന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. സമസ്തവും ഭഗവാന്റെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. നമ്മൾക്കിപ്പോൾ ഇവിടെ വീട്ടിൻ്റെ അകത്ത് ഹോളിൽ ഇരിക്കണം, പുറത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ആരാ ഇരിക്കണേ, ആരാ സംസാരിക്കണേന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കിച്ചൂട്ടനറിയാം നിങ്ങൾ ആ വീടുകളിൽ, നിങ്ങൾ ഓരോരുത്തരുടെ വീടുകളിലും നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന്, എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഭഗവാന് കൃത്യമായിട്ട് അറിയാം.
ആരെങ്കിലും പറയണ്ടോ, ഓഫ് എന്നും എടുത്താൽ മതിയായിരുന്നു, എപ്പോഴാ ഒന്ന് വിളിച്ചാ കിട്ടുക, അയ്യോ ഇത് കേൾക്കാൻ ഒരു അവസരം ഭഗവാൻ തന്നല്ലോ, ഇപ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അത് ഭഗവാൻ അറിയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറയണത്, ആത്മകമായിരിക്കുന്ന കണ്ണുകളുള്ളവൻ, എല്ലാം കാണാൻ സാധിക്കുന്ന കണ്ണുകളോടുകൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോ സുരേഷ ശരണം ശർമ്മ വിശ്വരേധാ പ്രജാഭവഃ അഹം സംവത്സരോ വ്യാളപ്രത്യയ സർവദർശന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ശോഭനമായിട്ടുള്ളവതിനെയെല്ലാം ദാനം നൽകുന്ന, ദുഃഖിതന്മാരുടെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്ന, പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന, ഈ ലോകത്തിന്റെ കാരണമായിരിക്കുന്ന എല്ലാ പ്രജകളും ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ്. ആ എല്ലാ പ്രജകളുടെയും ഉത്ഭവസ്ഥാനമായിരിക്കുന്ന, സ്വയം പ്രകാശിത രൂപനായിരിക്കുന്ന, കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, സർപ്പത്തെ പോലെ പിടിക്കുവാൻ കഴിയാത്ത പ്രജ്ഞാസ്വരൂപനായിരിക്കുന്ന, എല്ലാം കാണാൻ കഴിവുള്ള കണ്ണുകളോടുകൂടി ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ആ തൃപാദങ്ങളിൽ നമുക്ക് ഏവർക്കും നമ്മുടെ ശിരസ് മുട്ടിച്ച് നമസ്കരിക്കാം. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ 10 ലൈൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 10 ലൈൻസ് നാളെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ. അപ്പം എല്ലാവരും മഞ്ജരീസിൻ്റെ കുടുംബ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യുക. വാട്സപ്പിലേക്ക് മെസ്സേജ് തരിക. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41 93 42 49 49 41. അപ്പോൾ അമരപ്രഭുവാണ്, മരപ്രഭുവാണ്. ഓക്കെ, എല്ലാവരും മഞ്ജരീസിലേക്ക് നാളെ വിളിച്ചോളൂ മാതാജി. ഇപ്പൊ 10 മണിയായി. രാവിലെ മുതലുള്ള ഓട്ടമാണ്. നാളെ വിളിക്കും, നാളെ വൈകിട്ട് വിളിക്കും. അപ്പോൾ എന്താ പറയാ, ഇനിയിപ്പോൾ എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം, കഴിക്കണം, വിശക്കണോ, കഴിച്ചില്ല. പിന്നെ അന്നദാനം ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്ക് 12 ആവും. കുറച്ച് മെസ്സേജ് നോക്കാനുണ്ട്, കുറച്ച് വായിക്കാനുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഭഗവാൻ എന്താണ് ശരണമായി മാറട്ടെ. എല്ലാ ദുഃഖിതന്മാരുടെയും ദുഃഖം ഭഗവാൻ ഇല്ലാണ്ടാക്കട്ടെ. പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിലുണ്ട്. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക. മഞ്ജരീസിൻ്റെ കുടുംബ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇത്രമാത്രം ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ഒരു മെസ്സേജ്. നിങ്ങൾ എങ്ങനെ ക്ലാസ് കാണുന്നു, യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ, അത്രമാത്രം നിങ്ങളുടെ പേര്, വേറെ ഒന്നും വേണ്ട. അതെ, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്താ പറയുക, അന്നദാന വിഷമായി അന്നദാനം കൊടുത്തപ്പോൾ ഇന്ന് മാതാജി വന്നില്ല അല്ലേ? സാരല്ല, നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ അന്നദാനം ഉണ്ട്. നാളല്ല മറ്റന്നാൾ. നമ്മളെ എന്നും അന്നദാനം കൊണ്ടുപോകാൻ ഓട്ടോയ്ക്ക് സഹായിക്കുന്ന ഒരു പയ്യനുണ്ട്. ഇവിടെ ചെന്നൈയിലൊക്കെ തൊട്ടാൽ 300-400 ഒക്കെയാണ് അന്നദാനത്തിന്, ഓട്ടോയ്ക്ക്. പക്ഷെ അവൻ എപ്പോഴും നമ്മൾക്ക് 700 രൂപയ്ക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദൂരം പോയാൽ ആ കുട്ടി അത്ര വാങ്ങിക്കുകയുള്ളൂ. അപ്പം മാത്രമല്ല, അന്നദാനത്തിൻ്റെ ഈ വലിയ വലിയ ചാക്കൊക്കെ ആ കുട്ടി തന്നെ കൊണ്ടുപോയി എടുത്ത് വെക്കും വണ്ടിയിൽ. നല്ല മോനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. 2 മക്കളുണ്ട്. പുള്ളി മുസ്ലിമാണ് അവൻ, പക്ഷേ ഒരു ഹിന്ദു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, പരമേശ്വരി. അപ്പം ഓൾമോസ്റ്റ് ഒറ്റപ്പെട്ടല്ലോ ലൈഫിൽ, ഇന്റർകാസ്റ്റ് മാരേജ് ആകുമ്പോൾ. എങ്കിലും കഴിഞ്ഞ 12-13 വർഷമായിട്ട് ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാതെ ആ കുട്ടിക്കാണെങ്കിൽ എന്തോ സുഖമില്ല അവൻ്റെ വൈഫിന്. എന്നിട്ട് 2 മക്കളുണ്ട്. അപ്പം ആ കുട്ടിക്ക് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല. എന്നിട്ടും ഈ ചൂടത്ത് ഓട്ടോ ഓട്ടി എല്ലാ തെരുവുകളിലും അന്നദാനമൊക്കെ കൊടുത്ത്, ഞാൻ പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, അതൊക്കെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ എല്ലാ തരത്തിലും സഹായിക്കുന്ന അവൻ്റെ വിവാഹ വാർഷികമാണ് മറ്റന്നാൾ. അപ്പം നമ്മളുടെ കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അന്നദാനം നൽകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചോദിക്കും, ചേച്ചി ഇന്ന് എന്താ വിശേഷം എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇന്ന് ഇന്ന ആളുടെ വിവാഹ വാർഷികമാണ്, പിറന്നാളാണ്, അല്ലെങ്കിൽ അവരുടെ അമ്മ മരിച്ച ദിവസമാണ്, അച്ഛൻ മരിച്ച ദിവസമാണ്, അല്ലെങ്കിൽ അവരുടെ സാലറി കിട്ടിയ ദിവസമാണ്, വീട്ടു താമസത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അവനറിയാം എല്ലാവരുടെയും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഷെയ്വൊക്കെ ചെയ്ത്
മറ്റന്നാൾ ഒരു വിശേഷമുള്ള ദിവസമാണ്. ഞാൻ എന്താ മോനെ, എൻ്റെ വിവാഹ വാർഷിക ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെയും അവൻ്റെ വൈഫിൻ്റെയും പേരിൽ നമ്മൾക്ക് അന്നദാനത്തിന് സഹായിക്കുന്ന വ്യക്തിയല്ലേ, നമുക്കൊരു 51 പേർക്ക് മഞ്ജരീസിൻ്റെ വകയായിട്ട് അന്നദാനം കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ലൈവിൽ അവനോട് പറയാലോ, ഈ അന്നദാനം നിൻ്റെ കൈകൊണ്ട് കൊടുക്കാം, നമ്മൾ ഒരുക്കുന്നതാണ്, നമ്മുടെ മഞ്ജരീസിൻ്റെ യാത്രാ സഹായിയാണ് അല്ലേ. അപ്പം മോൻ്റെ കൈ കൊണ്ട് കൊടുക്കൂ, ഇന്ന് മോൻ്റെ വിവാഹ വാർഷികല്ലേ, അതിന് മഞ്ജരീസ് തരുന്നൊരു ഗിഫ്റ്റാണ്. ആ പുണ്യം ആ കുട്ടിക്ക് കിട്ടട്ടെ. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഒരു 51 ഭക്ഷണം മറ്റന്നാൾ നല്ല ഭക്ഷണം നമുക്ക് കൊടുക്കണം. അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും വരണം. നല്ല മോനാ, അതുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞനിയനെ പോലെ. അതുകൊണ്ട് മറ്റന്നാൾ ഒരു നല്ല അന്നദാനം നമുക്ക് അവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ചെയ്യുമ്പം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. അപ്പം എൻ്റെയും വക അവൻ്റെ പേരിൽ അവൻ്റെ കുടുംബത്തിന് ഒരു 5 അന്നദാനം, എൻ്റെയും വക ഒരു കോൺട്രിബ്യൂഷൻ. ഇനിയും നമ്മൾക്കൊരു 46 അന്നദാനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷാഫിയൻ പരമേശ്വരിയുടെ പേരിൽ, മഞ്ജരീസിൻ്റെ സാരഥിയുടെ പേരിൽ നമുക്കൊരു വിവാഹ വാർഷികത്തിന് 51 അന്നദാനം നമുക്ക് നൽകാം. ഓക്കെ, അങ്ങനെ അവൻ്റെ വിവാഹ വാർഷികത്തിൽ 51 പട്ടിണി പാവങ്ങൾക്ക് നമുക്ക് മഞ്ജരീസിലൂടെ അവൻ്റെ കൈകൊണ്ട് തന്നെ അന്നദാനം കൊടുപ്പിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്, ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. അറിവും ജ്ഞാനവും എല്ലാം ഭഗവാൻ ഒരുപാട് 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 നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ നിമിഷം വരേക്കും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഭഗവാൻ നിങ്ങളെ കൈ പിടിച്ചുയർത്തട്ടെ. നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങൾക്കും ഭഗവാൻ ഉത്തരം നൽകട്ടെ. ഹരേ കൃഷ്ണ.